ശ്രീ എം എസ് വേണുഗോപാൽ എങ്ങനെ കാണുന്നു താങ്കൾ ഈ അവകാശവാദത്തെ? ഈ അവകാശവാദം വളരെ നല്ലതാണ്. പക്ഷേ ഇത് കോൺഗ്രസിൽ കൂടുതൽ സ്ഥാനാർത്ഥി മോഹികളെ സൃഷ്ടിക്കാനായിരിക്കും ഉപകരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് കിട്ടാവുന്ന മാക്സിമം വോട്ടാണ് ഇപ്പം തന്നെ കിട്ടിയിരിക്കുന്ന 80ഓളം സീറ്റുകളിലെ വിജയം എന്ന് പറയുന്നത്, ആ ലീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലീഡ് നിലനിർത്തിക്കൊണ്ട് പോകാൻ തന്നെ വളരെ ബുദ്ധിമുട്ടേണ്ട സാഹചര്യമാണ്. വി ഡി സതീശൻ പറഞ്ഞതുപോലെ 50% യുവാക്കളെയും സ്ത്രീകളെയും കൂടെ നിർത്തുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ജംബോ നേതൃത്വ നിരയ്ക്ക് സീറ്റ് കിട്ടാതെ വളരെ വിഷമിക്കും. പിന്നെ വൃദ്ധനിര വേറെയുണ്ട്. ഇതൊക്കെ കൂടെ കണക്കിലെടുക്കുമ്പോൾ ഒരു 100 സീറ്റിൻ്റെ ആത്മവിശ്വാസം പലപ്പോഴും ഒരു കലഹത്തിലേക്ക് പോകുമെന്ന് എനിക്കൊരു ഭയമുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഒന്നും പറയാനുള്ള സമയമായിട്ടില്ല. ഇലക്ഷൻ്റെ ഒരു വിധത്തിലും ബി ജെ പിയോ അല്ലെങ്കിൽ സി പി എമ്മോ ഒരു മുന്നോട്ട് പോക്കിലേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ LDF UDF മാത്രമാണ് അത്തരത്തിലൊരു മുന്നോട്ട് പോക്ക് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൽ തന്നെ വേറൊരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടത്, കേരളത്തിൽ ഇന്ന് അലയടിക്കുന്ന ഒരു 2 വികാരങ്ങൾ ഉണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് രണ്ട് ഭയങ്ങളാണ്. ഒന്ന് ന്യൂനപക്ഷ ഭയം, പിന്നൊന്ന് ഭൂരിപക്ഷ ഭയം. ഈ 2 ഭയങ്ങളായിരിക്കും ഇനി വരുന്ന ഇലക്ഷനിൽ നിർണായകമാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളുടെ ഒരു ഭൂരിപക്ഷ ഭയമാണ് കഴിഞ്ഞ തവണ ഇത്രയും വലിയ വിജയം LDFന് UDF ഉണ്ടാക്കി കൊടുത്തത്. അതിൽ അയ്യപ്പൻ്റെ റോളും തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം അത് രണ്ടും ഉണ്ടെങ്കിൽ പോലും രണ്ടിൽ ഭരണവിരുദ്ധ വികാരം എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല എന്നത് അത്ഭുതപ്പെടുത്തുന്നു. അല്ല, അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഭരണവിരുദ്ധ വികാരം ബാക്കിയുള്ളടത്തും കൂടെ വരണ്ടേ? ന്യൂനപക്ഷം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മലപ്പുറത്തും വയനാടും പിന്നെ എറണാകുളത്തും ഇടുക്കിയിലും പത്തനംതിട്ടയിലും വന്ന ആ വികാരം എന്തുകൊണ്ട് ആലപ്പുഴ വന്നില്ല? എന്തുകൊണ്ട് തൃശ്ശൂർ ഉണ്ടായില്ല? എന്തുകൊണ്ട് പാലക്കാട് ഉണ്ടായില്ല? എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് ഉണ്ടായില്ല? എന്തുകൊണ്ട് കൊല്ലത്തുണ്ടായില്ല? ആലപ്പുഴ ഉണ്ടായില്ല? അപ്പോൾ ഇതിനകത്ത് വേറൊരു ഖസാനം കൂടെ ഉണ്ട്, ന്യൂനപക്ഷ ഭയം. അതായത് BJP ഇവിടെ എന്തോ വലിയൊരു ശക്തിയായിട്ട് വരുന്നു എന്ന രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ വരുന്നത് ന്യൂനപക്ഷങ്ങളുടെ ഭയം. അതാണ് ന്യൂനപക്ഷ ഭയം എന്ന് പറഞ്ഞത്. ന്യൂനപക്ഷങ്ങളുടെ ആ ഭയവും കൂടെയാണ് ഇത്തവണ ഈ വിധത്തിലൊരു വോട്ടിംഗ് പാറ്റേൺ വന്നത്. ഈ വോട്ടിംഗ് പാറ്റേൺ ഒരു ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ്. ഈ വോട്ടിംഗ് പാറ്റേണിൽ പറയുന്ന മൈനോറിറ്റി വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് എന്ന ആത്മവിശ്വാസം അത് ഈ 3 മാസം കൊണ്ട് മറുചേരിയിലേക്ക് LDFിലേക്ക് പോകില്ല എന്നുള്ള ആത്മവിശ്വാസം, ഇതാണല്ലോ UDFന്റെ ഏറ്റവും വലിയ ഈ വിന്നിംഗ് ഘടകം എന്ന് പറയുന്നത്. അതെ, അതിനകത്ത് വേറൊരു പ്രശ്നം ഇനി വരാനിരിക്കുന്നത് അറിയാമോ? ഈ ഇത്രയും മൈനോറിറ്റി ഫോക്കസ് വന്ന സാഹചര്യത്തിൽ ഒരു ഭൂരിപക്ഷ ഭയവും കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ളവർക്ക് കിട്ടിയ അടിയും തൊഴിയും കൂടെ ആയപ്പം ആ ഭൂരിപക്ഷ ഭയത്തിന് കുറച്ചുകൂടെ സാധ്യത കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഭൂരിപക്ഷ ഭയത്തിനെ എങ്ങനെ LDFും BJPയും വോട്ടാക്കി മാറ്റുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇത് UDFന് എത്രത്തോളം ബുദ്ധിമുട്ടാകുമെന്നുള്ളത് വേറൊരു ഘടകമാണ്. പിന്നെ മറ്റൊന്ന്, UDF എന്ന് പറയുന്നത് ഇന്ന് VD സതീശനെന്നും പിന്നെ K മുരളീധരൻ എന്നും പറയുന്ന ഒരു മുഖംമൂടിയാണെന്നും അതിന് പിന്നിൽ നിൽക്കുന്ന മാരീജൻ ലീഗാണെന്നുമുള്ള ഒരു ധാരണ ഇപ്പം തന്നെ പല ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കിടയിലും പരത്തിയിട്ടുണ്ട്. അപ്പം അത് എങ്ങനെ വോട്ടായി മാറും എന്നുള്ളതും വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ താങ്കൾ പറയുന്നത് ഈ പറയുന്ന വിസ്മയം, അങ്ങനെയാണല്ലോ വിശേഷിപ്പിച്ചിരിക്കുന്നത്, ഒരു വിസ്മയം ഉണ്ടാകാൻ പോവുകയാണ് എന്ന്. ഈ വിസ്മയത്തിലെ ഘടകങ്ങൾ എന്ന് പറയുന്നത് LDFിലെ ചില സഹയാത്രികരും, അത് ഘടകകക്ഷികൾ എന്നുകൂടി ഉദ്ദേശിച്ചായിരിക്കുമല്ലോ സതീശൻ പറഞ്ഞിട്ടുണ്ടാവുക, UDFിലേക്ക് വരുമെന്നാണ് താങ്കൾ പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു വിസ്മയത്തിന് സാധ്യതയില്ല. 100 എന്ന് പറയുന്നത് അധിക ആത്മവിശ്വാസമാണെന്നാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വിസ്മയം വേണമെങ്കിൽ CPIയും മാണി കോൺഗ്രസും കൂടെ അപ്പുറത്ത് പോകണം, എങ്കിൽ ആ വിസ്മയത്തിന് സാധ്യതയുണ്ട്. കേരള കോൺഗ്രസ് അല്ല, ഞാൻ പറഞ്ഞത് ഇത് രണ്ടും കൂടെ വന്നാലേ ഈ 100 എന്ന് പറഞ്ഞ കണക്ക് 2001 ശേഷം 25 വർഷത്തിന് അടുപ്പിച്ചാകുമ്പോൾ ഒരു 100 എന്നുള്ള കണക്കിലേക്ക് എത്തണമെങ്കിൽ അവിടെ ഒരു ബാലൻസിങ് വേണ്ടേ? അതായത് 24 വർഷത്തിന് ശേഷം 2001 ശേഷം ഒരു അത്ഭുത വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടില്ല UDFന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുണ്ട് 2 തവണ തുടർച്ചയായി. ശരി, ശ്രീ മോഹൻ വർഗീസ്, താങ്കൾ എങ്ങനെ കാണുന്നു? വർദ്ധിത